പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ കൊണ്ടാക്കാനോ വിളിച്ചിട്ട് വരാനോ ആരും ഉണ്ടായിട്ടില്ല അല്ലേ. ഇന്ന് ഇവർ അംഗനവാടിക്ക് കൊണ്ടാക്കാനും വിളിച്ചിട്ട് വരാനും ഒരു ആളുള്ളതും പോരാഞ്ഞിട്ട് ഇവർ പറയണത് മുഴുവൻ നമ്മൾ കേൾക്കും വേണം. ഒരു കൂട്ടം മിഠായികളുടെ ലിസ്റ്റ് തന്നിട്ട് അത് മുഴുവനും വാങ്ങി തന്നാൽ ഇന്ന് അംഗനവാടി പോകുള്ളൂ എന്നായി. അപ്പം നീ പോകണ്ടെന്ന് പറഞ്ഞൊരു അടിയും കിട്ടി എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ പറഞ്ഞയച്ച് വിട്ടിട്ട് ഇരുന്ന് ചായ കുടിക്കുന്നതിൻ്റെ രഹസ്യം വേറൊന്നുമില്ല, തല്ലിയതിൻ്റെ സങ്കടം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞപ്പോൾ കുറേ ദിവസം ഈ ചെടികളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നിറയെ വേറെ ചെടികളൊക്കെ മുളച്ച് നിൽക്കണം. പിന്നെ അത് നിന്നോട്ടെ എന്ന് വിചാരിച്ച് കാരണമുണ്ട്. വീട്ടിലുള്ള വേസ്റ്റ് മുഴുവൻ റോസച്ചെടിൻ്റെ അടിയിലാണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ എല്ലാം മുളച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞിട്ട് തുണി ഒരുപാട് അലക്കാനുണ്ടായിരുന്നു. അലക്കി ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല വെയിലുള്ളത് കൊണ്ട് ആകെ ടയേർഡായി. അപ്പോൾ ഏട്ടൻ എനിക്കൊരു ഇളനീര് വെട്ടിത്തരാനായിട്ട് വിളിക്കുമ്പോഴുള്ള ഈ നടത്തിയാണ് കേട്ടോ. സന്തോഷം കൊണ്ട് വരികയാണ് വേഗം. അങ്ങനെ വന്ന് ഇളനീരൊക്കെ നന്നായിട്ട് കുടിച്ച് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് വന്ന് ധൈര്യത്തോടെയും ആരോഗ്യത്തോടെയും നിന്നിട്ട് വേണം അടുത്ത പണി തുടങ്ങണമെങ്കിൽ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച് വെച്ച അയിലയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേഗം അയിലക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അയിലക്കറി തിളച്ച് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കോമഡി പറഞ്ഞ് ഞാൻ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അയിലക്കറി ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം തന്നെ 4-5 അയില മീൻ നല്ലതുണ്ടായിരുന്നു, അതും കൂടി വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ വറുത്ത് സെറ്റാക്കി കുഞ്ചുമ്പം പോണതുകൊണ്ട് രാവിലെ ചോറും സോയക്കറിയും പപ്പടവും മുട്ടയും ഒക്കെ റെഡിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മീൻ കറി മാത്രം റെഡിയാക്കി, ചോറും മീൻ വറുത്തത് സോയ മീൻ കറി കൂട്ടി അടിപൊളി ലഞ്ച് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.